നാട്ടിൽ വന്നെത്തിയ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ വന്നത് തന്നെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ നാട്ടിലെ ഓണാഘോഷമാണ്. അതെ, ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഞാനിത് അച്ഛനമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എനിക്കിത് കൈ കിട്ടിയപ്പോൾ കുറച്ച് വൈകിയായിരുന്നു. പിന്നെ ഞാൻ കൈ കിട്ടിയ സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്കുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വരുമ്പോൾ നേരിട്ട് കൊടുക്കാം, എനിക്ക് അമ്മയുടെ റിയാക്ഷനൊക്കെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഇത് അമ്മയുടെ അമ്മയാണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഇത്രയും ഭംഗിയാക്കിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഞങ്ങളുടെ അച്ചാമ്മ. അച്ചാമ്മ എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ മാമന്മാരുടെ മക്കളൊക്കെ വിളിക്കുന്നത് കേട്ട് കേട്ട് അങ്ങനെ ആയിപ്പോയതാണ്. ശരിക്കും അമ്മമ്മയാണ്, ഞങ്ങൾ വിളിക്കുന്നത് അച്ചാമ്മ എന്നാണ്. ചേച്ചിയുടെ ആദ്യത്തെ വിശേഷമായിട്ടിരിക്കുന്ന സമയത്താണ് അച്ചാമ്മ ഞങ്ങളെ വിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ പിള്ളേരൊന്നും കാണാനായിട്ടുള്ള ഇത് അച്ചാമ്മക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമ്മളുടെ ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഇത്രയും ഇതായതുകൊണ്ട് നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തു കൊടുത്തതാണ് അമ്മക്ക് ഏറ്റവും വലിയ സന്തോഷം ഇത് തന്നെയായിരുന്നു. ഇത് കൊറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അച്ഛാമ്മയുടെ ഫോട്ടോ അതെങ്ങനെയുണ്ട്? അതൊക്കെ വലിയ വിശേഷമായപ്പോഴാണ് കണ്ടിട്ടില്ല. കണ്ടില്ല. നാട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ തട്ടാമ്പടി പോയിട്ട് കടകളിൽ കയറി ഓരോ സാധനങ്ങൾ മേടിക്കുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു വേറെ വൈബാണ്. ഇത് നമ്മുടെ നിഷാദേട്ട്. ഓക്കെ, ഇനി നമുക്ക് ഓണവിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മളിപ്രാവശ്യം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഓണം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പുതിയകാവ് അമ്പലത്തിലായിരുന്നു നമ്മളുടെ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു, അവസാന സ്ഥലമൊന്നും കിട്ടാതായപ്പോൾ അതൊപ്പിച്ചതാണ്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ അഭിനു ആയിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഫോട്ടോസ് വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. നാളെ പായസം കുടിക്കണ്ടേ? പറ, ഏത് പായസമാണ് ഇഷ്ടം? കറുപ്പ പായസമാണോ വെള്ള പായസമാണോ? കൊച്ചിനേടോ കറുപ്പാണ് ഇഷ്ടം? ബ്ലൂ ഏത് പായസം? ബ്ലൂ പായസം ഇല്ലടി, ഒരു ബ്ലൂ പായസം ഇല്ലടി കൊല്ലപ്പെണ്ണ. ഏത് പായസമാണ് ബ്ലൂ? വെള്ള പായസം ഉള്ളു. വെള്ള പായസം പപ്പടം കൂട്ടി പഴവും കൂട്ടി നാളെ തിന്നാം നമുക്ക്, കേട്ടോ? ഓണത്തിന് മുമ്പായിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു പെട്ടി അൺപാക്ക് ചെയ്തിട്ട് അത് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ 2 ആൾക്കാരുണ്ട്. അതിൽ 2 പേരാണ് ഈ ഇരിക്കുന്നത്. ഇവർ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൈ ദ വേ, ഇതെൻ്റെ അമ്മയും ചേച്ചിയാണ്. ഞങ്ങൾ 3 കൂടിയാൽ ഈ ലോകത്തുള്ള എല്ലാത്തിനെയും പറ്റി ഞങ്ങൾ സംസാരിക്കും. അതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം കഴിവ്. വീട്ടില് പിങ്കി ചേച്ചിയുടെ വീട്ടില് ഇപ്പൊ പോവില്ല. പിങ്കി ചേച്ചിയുടെ വീട്ടിൽ അവിടെ സരിതാൻ്റെ ഇല്ല. കുഞ്ഞിപ്പി കുഞ്ഞി കുഞ്ഞി
അച്ഛനും പിള്ളേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ പിള്ളേരേതാ അച്ഛനേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സന്ദർഭമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കലാരൂപമാണ്. സേഫ് ചെയ്തൊക്കെ എന്താണ് ഹായ് വീഡിയോ ഹായ് ഹാപ്പി ഓണം. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മിസ് ചെയ്താലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നാട്ടിലെ ഓണം. നമ്മൾ എവിടെ പോയാലും ഏത് തരം ആഘോഷങ്ങളിൽ പങ്കെടുത്താലും നാട്ടിലെ ഓണം അതൊരു വേറൊരു വൈബാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഓണത്തിന് തന്നെ നാട്ടിലേക്ക് വരാനായിട്ട് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ വീട്ടിലായിരുന്നു ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ വിനുവിൻ്റെ വീട്ടിലുള്ളവരും ചേച്ചിയുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു. ഈ പൂക്കളിടുക എന്നൊക്കെ പറയുന്നത് പ്ലാനിൽ ഉണ്ടാവാതിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും നമ്മൾ ആഘോഷിക്കുകയാണ്, അപ്പം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചത്. ഞങ്ങളൊരു വലിയ കളമാണ് പ്രതീക്ഷിക്കുന്നത്. എന്താവുമെന്ന് ലാസ്റ്റ് കാണും. അപ്പോൾ മാവേലിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി പൂക്കളത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കിയിട്ട് വേണം നമുക്ക് സദ്യയിലോട്ട് കിടക്കാനായിട്ട്. കാരണം ഈ നല്ല വിശപ്പുണ്ട്, വേഗാക്കാലേ. പൂക്കളം അവിടെ ഒന്നും ആവാത്തത് കൊണ്ടും സദ്യ ഇവിടെ എല്ലാം ആയിട്ടുള്ളത് കൊണ്ടും നമുക്ക് സദ്യ കഴിച്ചിട്ട് പൂക്കളം ഇടുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പം എന്തായാലും സദ്യ കഴിക്കാം. സദ്യ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ സദ്യ നമ്മളെല്ലാവരും കൂടെയൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഒരു വൈബ്. എന്നിരുന്നാലും നമ്മളുടെ സമയപരിമിതി കൊണ്ടും നമുക്ക് എന്താ പറയുക, നമുക്ക് ആ സമയം കൂടി നമുക്ക് വർത്താനം പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ തന്നെ കസിൻ്റെ കാറ്ററിംഗ് സർവീസിൽ നിന്നാണ് നമ്മൾ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഓണത്തിന് സദ്യ ഏൽപ്പിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. സദ്യയല്ല, കാറ്ററിങ്ങിൻ്റെ നമ്പർ. ഓക്കെ. നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ന്യൂ പാലസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാ വർഷവും ഓണത്തിന് ഇതുപോലെ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ പിള്ളേർ മിഠായി പെറുക്കൽ മത്സരത്തിൽ പങ്കെടുത്ത് ഫസ്റ്റും സെക്കൻഡും അടിച്ചിരിക്കുകയാണ് ഗൈസ്. കൊച്ചുമക്കൾ സമ്മാനം വാങ്ങിച്ചത് കൊണ്ട് തന്നെ അപ്പാപ്പനും എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ. അതുകൊണ്ട് അച്ഛനും എല്ലാ പരിപാടിക്കും ചേർന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പരിപാടിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. നാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അച്ഛൻ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അതിലൊക്കെ പങ്കെടുക്കാനും അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും.
ബുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് സജീവിച്ചത്. വാശിയേറിയ മത്സരത്തിൽ യുവാക്കളെ പിൻനിർത്തി ഹരിരംഗന്റെ കരുത്തായ നമ്മുടെ നാടിന്റെ അഭിമാനമായ സജീവൻ ചേട്ടൻ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയടിക്കുക. പരിപാടിയുടെ ഇടയിൽ നമുക്ക് ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു. അതിൽ കീർത്തിച്ചിക്കാണ് ഫാൻ കിട്ടിയത്. അതൊരു 2ാം സമ്മാനം 3ാം സമ്മാനം എന്തോ ആയിരുന്നു. അപ്പോൾ ചേച്ചിക്കായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓണത്തിൻ്റെ കലാശക്കൊട്ട് ഒരു നാടൻ പാട്ടൊക്കെ ആയിട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് നാട്ടിലെ ചേട്ടന്മാരൊക്കെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അവർക്കാണ് ഒരു ബിഗ് താങ്ക്സ് പറയേണ്ടത് ഇത്രയും അടിപൊളിയാക്കി തന്നതിന്. എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതായിരുന്നു ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്ന പൂക്കളം. നാട്ടിൽ വെച്ച് ഒരുപാട് ഓണം ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഓണം ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഓണവും കഴിഞ്ഞു, ക്രിസ്മസ് ആവാറായി. എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു വീഡിയോ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പിന്നീടും ഓർക്കാനായിട്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ അതെൻ്റെ പ്രൊഫൈലിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിട്ടാണെങ്കിലും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നാട്ടിലെ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.